വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനല്ല ഫേഷ്യൽ ചെയ്യുന്നത്, നമ്മുടെ താരമാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേനെ വീഡിയോയിൽ കൊണ്ടുവരണമെന്ന്. ആ ഹെയർ പാക്ക് വീഡിയോയിൽ ഒരുപാട് പേര് ഇനി അമ്മ ഉണ്ടെങ്കിലേ ഞങ്ങൾ വീഡിയോ കാണത്തുള്ളൂ, അമ്മയുള്ളത് കൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ അമ്മ സൂപ്പർ എന്നുകൊണ്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര വ്യൂസ് ആ വീഡിയോക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം എത്ര പേര് കാണുമെന്ന് അറിയില്ല, 10-20 പേര് കാണുമെന്ന് വെച്ചിട്ടുള്ള ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം അതിൻ്റെതായ എല്ലാ ലിമിറ്റേഷൻസും ആ വീഡിയോയിലുണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ വീഡിയോയിലെ കമന്റിൽ എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പം അതിനോട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ക്ഷമിക്കുക. കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ളായിരുന്നല്ലോ, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ പോയിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുഞ്ഞിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ ഡയലോഗ് മനസ്സിലാവും. ഈ ഡയലോഗിലാണ് കുറെ എന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്മ ചാളി പറഞ്ഞേക്കരുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചാളി പറയുന്നതല്ല, ഞങ്ങൾ ഇങ്ങനെ മോള് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ എന്തിനാ അമ്മയെ കിടന്ന് അലമ്പ് കാണിക്കുന്നതിന്. എല്ലാരും പറഞ്ഞില്ല, എല്ലാരും നല്ല കമന്റ്സ് ആ പറഞ്ഞിരിക്കുന്നത്. 2-3 പേര് മാത്രം ഇങ്ങനെയാണ്. 2-3 പേരോട് പറയാണ് ഞങ്ങൾ ഇങ്ങനെ അതാണ്. ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എന്നെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ കുട്ടികൾക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു മിനി ഫേഷ്യൽ കിറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഫോക്കസ് ആവില്ല. ഞാൻ സൈഡിൽ ഫോട്ടോ കാണിക്കാം. മാത്രമല്ല ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടൊരു ബ്രാൻഡാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ. ഇതിൻ്റെ പ്രൈസ് 135 റുപ്പീസ് ആണ്. ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ എത്ര രൂപയും ഒരു 500 എബോ രൂപയാവത്തില്ലേ? 500 എബോ പൈസ ആകും എന്തായാലും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു മിനി ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അമ്മയുടെ മുഖം ഇപ്പം കണ്ടില്ലേ, ഒരുമാതിരി ഇരുണ്ടിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രയോജനം ഉണ്ടാവുമോ എല്ലാം നമുക്ക് നോക്കാം. അമ്മയുടെ ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ഞാൻ അങ്ങനെ ഫേഷ്യൽ ചെയ്യാറില്ല, എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇവള് പറഞ്ഞ സ്ഥിതിക്ക് ഇവളുടെ കൂടെ നിന്നൊന്ന് ഞാനിപ്പോൾ ഇവരുടെ സ്കിൻ കെയർ ചെയ്തതല്ലേ, ഒരാഴ്ച നമ്മൾ സ്കിൻ കെയർ സീരീസ് പോലെ ചെയ്തല്ലേ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഈ ഫേഷ്യൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്മയെ സെലക്ട് ചെയ്തത്. മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്മയെ വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ ഓർത്തു ഇത് അമ്മയുടെ ഫേഷ്യൽ ചെയ്തോണ്ടൊരു വീഡിയോ ചുളിവിലൊരു സുന്ദരി ആയേക്കാം. ചളി തുടങ്ങുന്നുണ്ട്. അമ്മ ചളി പറയുമ്പോ എനിക്കറിയാം അമ്മ ഇങ്ങനെ ആണെന്ന്, പക്ഷെ കമന്റ് കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ, വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ചളി പറയാമെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പം ആപ്സ് ഗുഡ്നെസ്സിന്റെ ഗോൾഡിന്റെ ഫ്ലേവറിലുള്ള ഫേഷ്യലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 5 സ്റ്റെപ്പിലുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അതേ ഈ ഒരു കവറിനകത്ത് നമുക്കിത് ഇതുപോലെ 1 2 3 4 5 സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് വരുന്നത്. എന്നെ കാണാമോ? എന്നെ കണ്ടില്ലെങ്കിൽ സാരില്ല. 5 കാര്യങ്ങളാണ് വരുന്നത്. അപ്പം അതിൽ ഒന്നാമത്തെ വന്നേക്കുന്നത് ക്ലെൻസറാണ്. അപ്പം ക്ലെൻസർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നനഞ്ഞ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പം അമ്മയുടെ ഫേസ് ഞാനൊന്ന് വെറ്റ് വൈപ്സ് കൊണ്ടിട്ട് ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുവാണേ. നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്യുവാണെങ്കിലും ജസ്റ്റ് വെറ്റ് വൈപ്സ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം ഫേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്താക്കി 2 മിനിറ്റ് അമ്മയുടെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു 3 മിനിറ്റ് വെറുതെ വെച്ചു. ഇവിടെ 5 മിനിറ്റ്സ് ക്ലെൻസർ ഇങ്ങനെ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആ പോഴ്സിലേക്കൊക്കെ ഒന്ന് പെനിട്രേറ്റ് ചെയ്ത് കയറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തത്. ഞാൻ 2 മിനിറ്റേ മസാജ് ചെയ്തുള്ളൂ കേട്ടോ. എന്നിട്ട് എന്താക്കി 3 മിനിറ്റ് വെറുതെ വെച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത വെറ്റ് വൈപ്സ് കൊണ്ടെല്ലാം തുടച്ച് കളഞ്ഞു. ഇനി നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ കഴുകി കളയണ്ട, ഇങ്ങനെ വെറ്റ് വൈപ്സ് വെച്ച് തുടച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഫേസ് ഫുള്ള് നമ്മൾ ഇതുപോലെ വെറ്റ് വൈപ്സ് കൊണ്ട് തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ 3 to 5 മിനിറ്റ്സ് ആണ് സ്ക്രബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്ക്രബ് ചെയ്താലും ഫേസിൽ കുറച്ച് നനവ് വേണം. അതുകൊണ്ടാണ് ഞാൻ വെറ്റ് വൈപ്സ് കൊണ്ട് തന്നെ ഫേസ് തുടച്ചത്. അപ്പോൾ നമുക്ക് ഫേസിൽ ഒരു ചെറിയ നനവ് കാണും. എപ്പോഴും നമ്മൾ കഴുകേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പോൾ ബ്യൂട്ടി പാർലറിലാണെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്തെങ്കിലും വൈപ്സ് വെച്ചിട്ടായിരിക്കും അവർ തുടയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തോർത്ത് വെച്ചിട്ടായിരിക്കും അവർ തുടച്ച് കളയുന്നത്. എപ്പോഴും മുഖം കഴുകില്ല, അത് നമ്മുടെ ഫേസിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതുപോലെ വെറ്റ് വൈപ്സോ അല്ലെങ്കിൽ നനഞ്ഞ തോർത്തോ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിതുപോലെ സ്ക്രബ്ബ് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ക്രബ്ബ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ സീരീസിലെ 2ാമത്തെ ദിവസമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഐക്കാർഡിൽ ഇടാം കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്നും ജസ്റ്റ് കാണുക. ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞു. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഒരു മസാജിങ് ക്രീമാണ്. നമ്മുടെ ഫേസിന് ഒരു 12 to 15 മിനിറ്റ്സ് നമ്മൾ ഈ ക്രീം വെച്ചിട്ട് മസാജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഫേഷ്യൽ കിറ്റ് തന്നെ പ്രിമച്വർ ഏജിങ്ങിന് തടയുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള സാഗിങ്, അതായത് നമ്മുടെ കവിളും തൂങ്ങി വരില്ല, അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്രീം നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ 12 to 15 മിനിറ്റ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് സർക്കുലറായിട്ട് മസാജ് ചെയ്യാനാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ്സ് ഞാൻ ചെയ്തില്ല, ഞാനൊരു 10 മിനിറ്റ്സ് ഒക്കെ ചെയ്യുള്ളൂ. 15 മിനിറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈ കുഴഞ്ഞു. 10 മിനിറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എന്നാൽ 5 മിനിറ്റ്സിൽ കൂടുതൽ മസാജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ഒരു ഒരു എഫക്റ്റ്, ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് വരണമെങ്കിൽ ഈ ഒരു മസാജിങ് ആണ് അതിൻ്റെ കീ. അപ്പം നമ്മൾ ഫേസിൽ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സർക്കുലർ മോഷനിൽ അപ്വേർഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഡബിൾ ചിന്നും നമ്മുടെ കവിളൊക്കെ സാഗ് ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മസാജിങ് ക്രീം ഞാൻ 10 മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ വെറ്റ് വൈപ്സ് കൊണ്ട് തന്നെ ഫേസ് ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കഴുകേണ്ട ആവശ്യം വരത്തില്ല ഈ വെറ്റ് വൈപ്സ് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ നനഞ്ഞ തോർത്താണെങ്കിലും മതി കേട്ടോ. ഈ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മഡ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഈ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടല്ലോ, ഗോൾഡ് ഫേഷ്യൽ കിറ്റ് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മഡ് മാസ്ക് തന്നേക്കുന്നത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നിനാണെങ്കിൽ വേറെ എന്തെങ്കിലും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വെക്കണം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ഫേസ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും മഡ് മാസ്ക്. അതിനുശേഷം ഞാൻ വെറ്റ് വൈപ്സ് അല്ല എടുക്കുന്നത്, നനഞ്ഞ തോർത്ത് തന്നെ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിക്കാണ് ഞാൻ ഇട്ടത്. അപ്പോൾ വെറ്റ് വൈപ്സ് കൊണ്ട് തുടച്ചാൽ അത് പോവില്ല. അപ്പോൾ ഞാൻ എന്താക്കി, തോർത്ത് ഇങ്ങനെ നനച്ചിട്ട് ഇനി നല്ലപോലെ ഒന്ന് തുടച്ച് കളഞ്ഞു. ഇനി വെറ്റ് വൈപ്സ് കൊണ്ട് ഞാനത് ഫുള്ള് നല്ലപോലെ തുടച്ച് കളഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു SPF ലോഷനാണ്. അതൊരു മോയ്സ്ചറൈസർ പോലെയാണ്. നമ്മുടെ ഫേഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലത്ത് ഉടനെ ഇറങ്ങാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫേസിനെ ഒന്ന് സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലോഷൻ നല്ലപോലെ ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തു. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നത് വരെ മസാജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ലോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ അത് ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുവാണ്. കാരണം ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടൊരു മിനി ഫേഷ്യൽ കിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട അത്രയും പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് ഫേസിൽ ഫുള്ള് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിൽ നമ്മുടെ അബ്സോർബ് ചെയ്യുന്നത് വരെ മസാജ് ചെയ്ത് കൊടുക്കുക.
ഇനി ഞാൻ ലാസ്റ്റ് നിവ്യയുടെ ആ ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്യുന്നു കേട്ടോ. ഇത് വേണമെന്നില്ല, ആ ഫേഷ്യൽ കിറ്റിൽ ഉൾപ്പെടുത്തണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ പ്രോസസ് ഒക്കെ ഇവിടെ തീർന്നു കഴിഞ്ഞ് നമ്മൾ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇതായിരുന്നു എടുത്തിരുന്നത്, ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് തന്നെ എടുത്തു. ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ, 2 പേർക്ക് യൂസ് ചെയ്യാനുള്ളതില്ല, ഒറ്റ തവണ യൂസ് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയാമ്മയുടെ ഫേസിനൊരു പ്രത്യേക എന്താ പറയുക എടുപ്പ് വന്നില്ലേ, നേരത്തെ കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഫേഷ്യൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ, കറക്റ്റ് എഫക്റ്റ് അപ്പോഴേ വരുള്ളൂ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൺ അപ്പ് ആയി, അത്രേ ഉള്ളൂ. ഇനി കറക്റ്റ് റിസൾട്ട് പറയുകയാണെങ്കിൽ 2 ദിവസമേ അതിൻ്റെ നമ്മൾ മസാജ് ചെയ്തതിൻ്റെയൊക്കെ എഫക്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ ഫേഷ്യലിനെ പറ്റി പറയാനുള്ളത്? ഇവിടെയൊക്കെ തിളങ്ങുന്നുണ്ട് ജസ്റ്റ് നല്ലപോലെ. എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, അത് ഞാൻ കണ്ണട വെക്കുന്നതിൻ്റെയും കൂടി ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതായി, കാരണം ഞാൻ വലിയ വെളുത്തൊന്നുമല്ല, ഉള്ള കളറിൽ ജസ്റ്റ് ഒന്ന് ഇതായി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ ഫേഷ്യൽ വെളിയിൽ പോയി ചെയ്താലും 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പം നല്ല ബ്രാൻഡ് ആട്ടോ ആപ്സ് ഗുഡ്നെസ്സിന്, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാങ്ക് ആണെന്ന്. ഓക്കെ, പറഞ്ഞു എല്ലാം കഴിഞ്ഞു. ഞാനൊരിക്കലും ഫേഷ്യലൊന്നും ചെയ്യാറില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. വേറെ അവിടെ നോക്കി കയ്യിലൊക്കെ തേച്ച് നോക്കി വല്ല ചൊറച്ചിലോ. ജസ്റ്റ് ഇനി ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ വെളിയിൽ നിന്ന് വാങ്ങുന്ന ഫേഷ്യൽ കിറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തേക്കാവുള്ളൂ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ ഇങ്ങനത്തെ ഫേഷ്യൽ ഒന്നും യൂസ് ചെയ്യായിരിക്കും തന്നെ നല്ലത്. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ പോലെയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നല്ലതാണ്, നിങ്ങൾ എല്ലാവരും വാങ്ങണം എന്ന് ഞാൻ പ്രൊവോക്ക് ചെയ്യുന്നൊന്നുമില്ല, നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം, നല്ല പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്ത് കാണിച്ചില്ല, ഇപ്പോൾ അമ്മയ്ക്ക് തന്നെയാണല്ലോ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചത്. പിന്നെ ഫേഷ്യൽ എപ്പോഴും ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. നമ്മൾ കൊച്ചിലെ മുതൽ ഫേഷ്യൽ കിറ്റൊന്നും യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഒരു 25 വയസ്സിന് ശേഷമൊക്കെ ഫേഷ്യൽ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഞാൻ വീഡിയോ എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനലിനെ പറ്റിയിട്ട് ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.